വ്യത്യസ്തമായ രീതിയിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ഞാനത് ഇവിടെ ഷെയർ ചെയ്യാം. കറുത്ത മനുഷ്യരെ ഇഷ്ടമല്ല, പക്ഷെ കറുത്ത പെരുത്തിഷ്ടം ജാഗ്വർ സ്വന്തമാക്കി കലാമണ്ഡലം സത്യഭാമ എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യഭാമയെ മറക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഓർമ്മയില്ലേ, കഴിഞ്ഞ വർഷത്തെ വാർത്താ താരമാണ് സത്യഭാമ. അവരുടെ ഒരു ഡയലോഗ് കാരണം മീഡിയക്കാരല്ല ഇവരുടെ വീഡിയോ ഉപയോഗിക്കുന്നതും വലിയ രീതിയിൽ ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് വരാം. കലാമണ്ഡലം സത്യഭാമയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല, ഒരിക്കലുമില്ല, എല്ലാവർക്കും അറിയാം. നർത്തകനും നടനുമായ RLV രാമകൃഷ്ണനെ അപമാനിച്ചെന്ന പരാതിയിൽ അതിൻ്റെ മേൽ സംഭവിച്ച ചർച്ചകളും കേരളം കണ്ടതാണ്. രാമകൃഷ്ണന്റെ നിറത്തെയും മോഹിനിയാട്ടത്തെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പ്രതികരണം വിവാദമായിരുന്നു. രാമകൃഷ്ണൻ കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും വ്യാപക വിമർശനം ഉയർന്നിട്ടും തൻ്റെ വാദത്തിൽ സത്യഭാമ അന്ന് ഉറച്ചു നിന്നു. ഇപ്പോഴിതാ സൈബറിടത്ത് വൈറൽ കറുത്ത കാർ വാങ്ങുന്ന സത്യഭാമയാണ് താരം എന്നുള്ള രീതിയിൽ ഒരു പ്രധാനപ്പെട്ട മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരവർ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലൊരു കാറ് മേടിച്ചു, ഒരു ബ്ലാക്ക് കാറാണ് മേടിച്ചത്. ഇതാണ് ഇപ്പോൾ മീഡിയക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ചോദിക്കാമെന്ന് ചോദിക്കുന്നു. അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നും ചോദിച്ചായിരുന്നു കേട്ടോ. അന്ന് നമ്മുടെ പ്രൊഫൈൽ അധികം ആൾക്കാർ കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇനി എൻ്റെ പ്രൊഫൈൽ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തേക്ക് എടുക്കും. ഞാനീ പറയുന്നത് സത്യഭാമ രാമകൃഷ്ണനെ കാക്കയുടെ കൂട്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിനെ വെളുപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ മലയാളികൾക്കുള്ള ഒരു ഇരട്ടത്താപ്പുണ്ട്. പക്ഷെ മലയാളികൾ കാട്ടിക്കൂട്ടുന്ന ചില നാടകങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലേക്ക് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, കറുപ്പിന് 7:7 എന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിൽ ആൾക്കാർ പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പെൺകുട്ടികളൊക്കെ ഇടുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഇടുന്ന ഞാൻ കണ്ടു. ഇതൊക്കെ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നിട്ട് കറുപ്പിനെ പറ്റിയൊക്കെ ഒരു കവിത വരെ എഴുതുന്ന ആൾക്കാരെ കണ്ടു. റിയൽ ലൈഫിൽ വെളുക്കാൻ വേണ്ടി ഏതറ്റവും പോകുന്ന ആൾക്കാരൊക്കെയാണ് സത്യഭാമയ്ക്കെതിരെ വിമർശനം എന്നുള്ള രീതിയിൽ കറുപ്പിന് 7:7 എന്നുള്ള രീതിയിൽ ചോദിച്ചത്. ഇതിനകത്തൊരു കാര്യം ചെയ്യില്ല, നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെ ഇപ്പം നമുക്ക് നോക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുക. നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പല ആൾക്കാരും അന്ന് ഒരു അവതാരിക സത്യഭാമയെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഈ അവതാരികയെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മേക്കപ്പിൻ്റെ മാക്സിമം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവതാരികയുടെ പേര് പറയുന്നില്ല, അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മേക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോഡക്ട്സ് മാക്സിമം പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയായിരുന്നു സത്യഭാമയെ കറുപ്പിൻ്റെ നിറത്തിൻ്റെ പേരിലൊക്കെ അന്ന് വിമർശിച്ചത്. അന്ന് എനിക്കത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒട്ടും പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന അതും ഇതുമൊക്കെ അരച്ച് മുഖത്തൊക്കെ തേച്ച് നമ്മൾ വെളുക്കാൻ ശ്രമിക്കും. അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ക്രീമൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യും. ചില ആൾക്കാർ ഇപ്പോൾ വന്ന് പറയുന്നത് ഇതൊക്കെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്, ഇതൊന്ന് വെളുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതൊക്കെ അങ്ങ് വീട്. ഇപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് ശരി, ലിപ്സ്റ്റിക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്വാഭാവികമായ ചുണ്ടിന് നിറമുണ്ട് എല്ലാ മനുഷ്യർക്കും, അത് മറയ്ക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അല്ലേ? അല്ലാന്നല്ല, പല കളേഴ്സ് യൂസ് ചെയ്യും. എന്തിനാണ്? നമ്മുടെ മുഖം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുട്ടി അടിച്ച ആൾക്കാർ പോകുന്നത് കാണാം. ഇവരുടെ സ്വാഭാവിക നിറം തന്നെ ഇല്ലാതാക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? എന്തെല്ലാം തരത്തിലുള്ള ക്രീം. ഈ അടുത്ത സമയത്ത് ഒരു പയ്യൻ ഒരു വെളുത്ത് പാറാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ആ പയ്യനെയൊക്കെ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. ഏത് മാക്സിമം ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരുന്ന് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നതുള്ളൂ. ഈ മലയാളികൾ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയാണ്. ഇവരൊക്കെ എപ്പോഴും ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്യാവശ്യം വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. വെളുപ്പിന് വേണ്ടി വെളുക്കാൻ വേണ്ടി മഹാ കഷ്ടപ്പാട് വിടുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ ഈ പുറത്തിറങ്ങാൻ നേരത്താണെങ്കിലും സ്കിന്നിൻ്റെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ശരി, നമുക്ക് മനസ്സിലാക്കാം. ഇതിനപ്പുറത്തേക്ക് ബുട്ടി അടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ സത്യഭാമയെ കറുപ്പിന് 7:7 എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതൊക്കെ ഞാൻ അന്ന് കണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പോൾ ഈ ഒരു കളറുമായി ബന്ധപ്പെട്ട് സത്യഭാമയുടെ ഒരു വീഡിയോ ഇപ്പോൾ വന്നതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. മലയാളികൾ മാക്സിമം ആൾക്കാർ ഇവിടെ വെളുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വെളുക്കാൻ വേണ്ടി മാക്സിമം നമ്മളിപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ ആൾക്കാരടിക്കുന്ന ഡയലോഗ് ഉണ്ടാവും, ഇവിടെ വെയിലത്തിറങ്ങിക്കരുത് കറുത്തു പോകും എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കറുത്തു പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെപ്പറ്റി കാണുന്നത്. പിന്നെ ചുമ്മാ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് മഹാത്മാഗാന്ധി ആവാൻ വേണ്ടി വെറുതെ ഡയലോഗ് അടിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജസ്റ്റ് ഇത് കണ്ടപ്പം പറഞ്ഞതേ ഉള്ളൂ, ഞാനിത് ആലോചിച്ച് കൂട്ടിയെടുത്ത് വീഡിയോ ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തും. അഭിനയമാണ് മനുഷ്യന്മാരിവിടെ കിടന്ന് ഇവിടെ അഭിനയം. സത്യഭാമയുടെ വിഷയത്തിൽ മലയാളികളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓസ്കാർ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ക്രീമെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ലിപ്പിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ക്രീമുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലായി. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് വരുത്തുന്ന നമ്മൾ യഥാർത്ഥ മനുഷ്യനും മേക്കപ്പെട്ട മനുഷ്യനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തോലുമല്ലോ പല ആൾക്കാരെയും.
അത്തരത്തിൽ മേക്കപ്പെടുന്ന ആൾക്കാരൊക്കെ സത്യഭാമയെ അന്ന് വിമർശിക്കുന്ന കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ